ഫാമിലി. അപ്പോൾ എൻ്റെ +2 എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. കാരണം വേറെ ഒന്നുമല്ല, നമുക്കിനി വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ഫൈനൽ എക്സാംസിന് നമ്മുടെ മുമ്പിലുള്ളത്. അതിനു മുമ്പ് നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ട്. ആൻഡ് മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ ഫൈനൽ എക്സാംസും കൂടെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം ടൈം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡെയിലി നമ്മളുടെ 7 PM നമ്മുടെ ചാനലിൽ ലൈവുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് 1 വീക്ക് കൊണ്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈവുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ആൻഡ് നമ്മുടെ ഫിസിക്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഓരോ ചാപ്റ്റേഴ്സ് ലൈവ് വരുമ്പോഴും ചോദിക്കാറുണ്ട്, മിസ് ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര വെയിറ്റേജ് ആണുള്ളത്, എക്സാമിന് എത്ര മാർക്കിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മോഡൽ എക്സാംസും അതുപോലെ തന്നെ നമ്മുടെ മാർച്ചിലെ ഫൈനൽ എക്സാംസും ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിലെയും നമുക്ക് എത്ര ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്ക് വീതമാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സ് ആണ് നമ്മൾ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്സിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മോഡൽ എക്സാംസിനും അതുപോലെ തന്നെ ഫൈനൽ എക്സാംസിനും ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിനും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആൻഡ് അതിൽ നിന്നും നമ്മൾ ഇപ്രാവശ്യം എത്ര മാർക്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ് കേട്ടോ, ഇലക്ട്രിക് ഫോഴ്സ് അല്ല, ഇലക്ട്രിക് ചാർജ്. ഓക്കെ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് മോഡൽ എക്സാമിന് 9 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മാർച്ചിലാണെന്നുണ്ടെങ്കിൽ 8 മാർക്കിന്, അതായത് നമ്മുടെ ബോർഡ് എക്സാംസിന് 8 മാർക്കിനും ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിന് 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓൺ ആൻ ആവറേജ് നമ്മളൊരു 8 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഗോസസ് ലോയിലെ 3 ഡെറിവേഷൻസ് പഠിക്കണം. ഇൻഫൈനൈറ്റ് ലോങ് ആയിട്ടുള്ള ചാർജ്, അതായത് ഇൻഫൈനൈറ്റ് ലോങ് ആയിട്ടുള്ള വയറിൻ്റെ, അതുപോലെ തന്നെ ചാർജ്ഡ് ഷീറ്റിൻ്റെ ആൻഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഡെറിവേഷൻ, അതുപോലെ തന്നെ ഡൈപോളിൽ ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ പോയിൻറ്റിൻ്റെ ഡെറിവേഷൻ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഡെറിവേഷൻസ് ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ. ആൻഡ് അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യവും 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ ഫൈനൽ എക്സാമിനും ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിനും, അതായത് എക്സാംസിനും 8 മാർക്കാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൺ ആൻ ആവറേജ് 8 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. സോ നല്ല വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് 2 ചാപ്റ്റർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ആഫ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റൻസ് ഇൻ സീരീസ് പാരലൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം 6 and 7. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 6 to 7 മാർക്സോളം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മോഡൽ എക്സാംസിന് 6 ആണ്, മാർച്ചിലും 6 ആണ്, ആൻഡ് എന്താണ് നമ്മുടെ എക്സാമിന് 7 മാർക്കാണ് ചോദിച്ചത്. അപ്പോൾ ഈ വർഷം നമുക്കൊരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പം നന്നായിട്ട് പഠിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കേണ്ടതാണ് നമ്മളുടെ അവസാനത്തെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്, കിർച്ചോഫ്സ് ലോ, അതുപോലെ തന്നെ ഓംസ് ലോൻ്റെയൊക്കെ ആ ഒരു അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അതായത് സെമി കണ്ടക്ടേഴ്സിലും അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിലും അതുപോലെ തന്നെ നിക്രോം പോലെയുള്ള മെറ്റീരിയൽസിലെയും ഒക്കെ റെസിസ്റ്റൻസും ടെമ്പറേച്ചറുമായിട്ടുള്ള ആ ഒരു ഡിപ്പെൻഡൻസിൻ്റെ ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആൻഡ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് മോഡൽ എക്സാമിന് 8 മാർക്കിനാണെങ്കിൽ മാർച്ചിന് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എക്സാമിന് 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 9 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ വളരെ നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഏകദേശം 9 മാർക്കാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ദെൻ
മാഗ്നറ്റിസം ആൻഡ് മാറ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മോഡലിനും അതുപോലെ തന്നെ ഫൈനൽ എക്സാം ആയിട്ടുള്ള മാർച്ച് എക്സാമിനും എക്സാമിനും നിങ്ങൾക്ക് എത്രയാണ് 5, 5, 4 മാർക്സ് വീതമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 5 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ നിന്ന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക്. ആ പോർഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ. ആൻഡ് അടുത്തതാണ് നമ്മുടെ EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് 5, 5, 5 അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്ക് ഈ വർഷവും ഒരു 5 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈസി ഡെറിവേഷൻസ് ആണ്, ഈസി കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ 5 മാർക്ക് നിങ്ങൾ എന്തായാലും നേടണം. ഓക്കെ, അപ്പോൾ 5 മാർക്ക് ഒരിക്കലും നിങ്ങൾ വിട്ട് കളയാൻ പാടില്ല. സോ 5 മാർക്സ് അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക കേട്ടോ. ദെൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC-യിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും 7, 7 and 6 ആണ് വന്നിരിക്കുന്നത് അല്ലേ. മോഡൽ എക്സാമിന് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് മാർച്ച് എക്സാമിന് 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മോഡൽ എക്സാമിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം ഓൺ ആൻ ആവറേജ് നമുക്കൊരു 7 മാർക്സ് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ആൻഡ് മെയിനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടത് LCR സർക്യൂട്ട് പഠിക്കുക. അതുപോലെ തന്നെ പ്യുവർ റെസിസ്റ്റീവ്, പ്യുവർ കപ്പാസിറ്റൻറ്റ് ആൻഡ് പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ, ലീഡിങ് ആൻഡ് ലാഗിങ് ഒക്കെ അല്ലെ, എത്ര ഡിഗ്രിയിലാണ് ലീഡ് ചെയ്യുന്നത് ലാഗ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ആൻഡ് റെസൊണൻസിൻ്റെ കാര്യമൊക്കെ ഒന്ന് പഠിക്കുക. അവസാനത്തെ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും ആൻഡ് എനർജി ലോസും കൂടെ പഠിച്ചാൽ ആ ചാപ്റ്റർ സെറ്റ്. ആൻഡ് അടുത്തതാണ് നമ്മുടെ EM വേവ്സ്. വളരെ ചെറിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് മോഡലിന് 3 മാർക്കിന് ചോദിച്ചെങ്കിൽ മാർച്ചിന് വെറും 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സെയിൽ 3 മാർക്കാണ്. ഈ മാർക്ക് അല്ലെ കണ്ണും പൂട്ടി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് അവരുടെ യൂസസ് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ വേവ് ലെങ്ത്, ആ ഓർഡർ പഠിക്കുക. ആൻഡ് അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ പ്രൊഡക്ഷനും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ദെൻ റേ ഓപ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നോക്കുക, വളരെ വെയിറ്റേജ് കൂടുതലായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മോഡൽ എക്സാമിന് 11 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ 9 മാർക്കും ആൻഡ് സേക്ക് 11 മാർക്കിനാണ്. സോ ഓൺ ആൻ ആവറേജ് 11 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റേ ഓപ്റ്റിക്സ് ഇസ് എ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 11 മാർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ വേവ് ഓപ്റ്റിക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 5, 6, 4 മാർക്സ് ആണ് കേട്ടോ. അപ്പം ഓൺ ആൻ ആവറേജ് നമുക്കൊരു 5 മാർക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. മോഡലിന് 5 മാർക്കിനാണെങ്കിൽ മാർച്ചിന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഇംപ്രൂവ്മെൻറ്റിന് 4 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്കൊരു 5 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്നത് പോലെ തന്നെ നമ്മൾ വെയിറ്റേജ് എടുത്തുകൊണ്ട് പഠിക്കുക കേട്ടോ. റെഡി. ആൻഡ് ഡ്യുവൽ നേച്ചർ വളരെ വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ആൻഡ് 3, 2, 4 ഓക്കെ, മോഡൽ എക്സാമിന് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിലെ എക്സാമിന് 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ ഓൺ ആവറേജ് നമുക്കൊരു 3 മാർക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ദെൻ ആറ്റംസിൽ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. ഒരുപാട് ഡിലീറ്റഡ് പോർഷൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ 2, 3 and 3 ആണ്. മാർച്ചിൽ 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മോഡൽ എക്സാമിന് 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 3 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ന്യൂക്ലിയർ നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. ഒരു 3 ആവറേജ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. സോ മോഡലിനും അതുപോലെ തന്നെ മാർച്ചിനും ഇംപ്രൂവ്മെൻറ്റിനും 3 മാർക്കാണ്. സോ ഈ വർഷവും നമ്മളൊരു 3 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുമുള്ള വെയിറ്റേജ് കണക്കാക്കുക. ആൻഡ് നന്നായിട്ട് ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, അതിൻ്റെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 3 മാർക്കിനാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മാർച്ചിന് 4 ആൻഡ് എക്സാം അഥവാ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിന് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 4 മാർക്സ് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഹൈ വെയിറ്റേജഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ആൻഡ് എത്രയൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ അപ്പോൾ എത്രത്തോളം
എന്താണ് ഓരോ ചാപ്റ്ററിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് മിസ്സിന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വെയിറ്റേജ് അറിയാതെ എത്ര മാർക്സിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നതെന്ന് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, അവർക്കൊക്കെ മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇനിയും ദിവസം ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഒന്നും ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പെട്ടെന്ന് വേണ്ടതെന്ന് ഒരു 3-4 മണിക്കൂറിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് കണ്ടിട്ട് അത് പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം 1000 റുപ്പീസ് കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക, അല്ലാത്തവർ നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാർക്കിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും ഏറ്റവും, അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ആ ഒരു കഷ്ടപ്പാടുകളുടെ ഒക്കെ റിസൾട്ട് ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി മധുരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വെയിറ്റേജിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.